ബാരാമതിയിൽ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP നേതാവുമായ അജിത് പവാറിന്റെ സംസ്കാരം ഇന്ന് നടക്കും. രാവിലെ 11 മണിക്കാണ് ചടങ്ങുകൾ. പ്രധാനമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുമെന്നാണ് വിവരം. അതേസമയം അജിത് പവാറിന്റെ മരണത്തിൽ ഗൂഢാലോചനാ വാദങ്ങൾ തള്ളി ശരത് പവാർ തന്നെ രംഗത്ത് വന്നു. അപകടത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും മരണത്തിൽ ഗൂഢാലോചന ഇല്ലെന്നും ശരത് പവാർ പ്രതികരിച്ചു. ഇതിനിടെ അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് ഉൾപ്പെടെയുള്ള പരിശോധനകൾ അന്വേഷണ സംഘം ആരംഭിച്ചു കഴിഞ്ഞു. MG മിഥുൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുന്, നമ്മളൊക്കെ വല്ലാതെ ഞെട്ടിപ്പോയ, ഇന്ത്യ ഒട്ടാകെ ഞെട്ടിപ്പോയ ഒരു അപകട മരണമാണ്. അത്രത്തോളം ഒരു കിങ് മേക്കറായിരുന്ന അജിത് പവാറിൻ്റെ മരണം. അതിൽ ദുരൂഹതകൾ ആദ്യം ആരോപിച്ചത് മമതാ ബാനർജിയാണ്. പക്ഷേ അത് ശരത് പവാർ പൂർണ്ണമായും തള്ളിപ്പറയുകയാണ്. ഒപ്പം കുടുംബാംഗങ്ങളും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? DGCA തെളിവെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞല്ലോ. രജിത്ത്, കഴിഞ്ഞ ദിവസം തന്നെ ശരത് പവാർ ഇക്കാര്യത്തിലൊരു വ്യക്തമായ വിവരങ്ങൾ നൽകിയിരുന്നു, ഒരു പ്രതികരണം നൽകിയിരുന്നു. അതായത് ഒരു തരത്തിലും ഈ മരണത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ല, അങ്ങനെയുള്ള ആരോപണങ്ങൾ അത് പൂർണ്ണമായും തള്ളിക്കൊണ്ട് ശരത് പവാറും ഒപ്പം തന്നെ കുടുംബവും രംഗത്ത് വരുന്നൊരു പശ്ചാത്തലം. അതായത് കഴിഞ്ഞ ദിവസം ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് ഈ ഒരു വിഷയത്തിൽ ചില ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നത്. അതായത് ഈ മരണത്തിന് പിന്നിൽ BJP ആണെന്ന രീതിയിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള പ്രതികരണമായിരുന്നു മമതാ ബാനർജിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. അതായത് 2 ദിവസം കൂടി കഴിഞ്ഞാൽ NDA വിടാനുള്ള ചർച്ചകൾ, അത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാകാൻ അജിത് പവാർ വീണ്ടും ഒരുങ്ങുന്നു എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ നടക്കാനിരിക്കേണ്ടിയിരുന്നു. അതിന് മുന്നോടിയായാണ് ഇത്തരത്തിലുള്ള യാത്ര ബാരാമതിയിലേക്ക് അദ്ദേഹം പോവുകയും ചെയ്തു. തൻ്റെ സ്വന്തം മണ്ഡലത്തിലേക്ക് എത്തി അവിടുത്തെ ജനങ്ങളെ കണ്ടതിനു ശേഷം തിരികെ വീണ്ടും NDA പാളയത്തിൽ നിന്ന് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തുന്നതിന് വേണ്ടിയായിരുന്നു ഇങ്ങനെയൊരു യാത്ര സംഘടിപ്പിച്ചത്. ആ വേളയിലാണ് ഇങ്ങനെയൊരു അപകടമുണ്ടാവുകയും ധാരണ അന്ത്യത്തിലേക്ക് അദ്ദേഹത്തെ നയിക്കുകയും ചെയ്തത്. അതിലാണ് ചില സംശയം മമതാ ബാനർജി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കുവയ്ക്കുകയും സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം വേണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. അതാണ് ഇപ്പോൾ ശരത് പവാർ അടക്കമുള്ളവർ തള്ളിക്കൊണ്ട് ഈ മരണത്തെ രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് ഈ നേതാക്കളടക്കം രംഗത്ത് വരുന്ന പശ്ചാത്തലം. എന്തായാലും അത് ആ ഒരു അഭ്യൂഹങ്ങളൊക്കെ ഇപ്പോൾ ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. മറ്റൊന്ന്, അദ്ദേഹത്തിന് സംസ്കാര ചടങ്ങുകൾ ഇന്ന് 11 മണിക്ക് ആരംഭിക്കും. പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കൾ ഈ ഒരു സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയേക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ ഔദ്യോഗിക വിവരങ്ങളൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഇതുവരെയും പുറത്തു വന്നിട്ടുള്ളൂ. മറ്റൊന്ന്, ഈ അപകടം എങ്ങനെ ഉണ്ടായി അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. DGCയുടെ ഭാഗത്തു നിന്നുമൊക്കെ കൃത്യമായ അന്വേഷണങ്ങൾ, ഈ ബ്ലാക്ക് ബോക്സ് കഴിഞ്ഞ ദിവസം തന്നെ കണ്ടെത്തിയിരുന്നു, അത് കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത്. മറ്റൊന്ന്, ഇപ്പോൾ ഒരു പ്രാഥമിക നിഗമനം അനുസരിച്ച് അറിയാൻ സാധിക്കുന്നത് ഈ ബാരാമതിയിലെ ഈ എയർപോർട്ടിലെ റൺവേ എന്ന് പറയുന്നത് ഈ ടേബിൾ ടോപ്പ് റൺവേ എന്ന് പറയും. അതായത് ഇന്ത്യയിൽ തന്നെ ഏകദേശം 4 വിമാനത്താവളങ്ങളിലാണ് ഇങ്ങനെയുള്ള റൺവേകളുള്ളത്. പ്രത്യേകിച്ച് കേരളത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിലുണ്ട്, മംഗലാപുരത്തും ഒപ്പം തന്നെ ആസാമിലുമാണ് ഇങ്ങനെയുള്ള ഈ ബാരാമതിക്ക് പുറമേ മറ്റു 3 ഇടങ്ങളിലാണ് ഇങ്ങനെയുള്ള ഈ ടേബിൾ ടോപ്പ് റൺവേ എന്ന് പറയുന്നത്. അവിടെ ഈ ടേബിൾ ടോപ്പ് എന്ന് പറയുമ്പോൾ ഒരു മേശപ്പുറം എങ്ങനെയാണോ ആ രീതിയിലായിരിക്കും ഇവിടുത്തെ റൺവേ ക്രമീകരിച്ചിട്ടുള്ളത്. അതായത് അവിടെ കൃത്യമായ രീതിയിൽ ആ രീതിയിൽ ശ്രദ്ധയോടുകൂടി ലാൻഡ് ചെയ്യാനായില്ല എങ്കിൽ ഒരുപക്ഷെ വിമാനം തകരാൻ അല്ലെങ്കിൽ താഴേക്ക് പതിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കൂടുതലും പ്രത്യേകിച്ച് ഉയർന്ന ഭാഗങ്ങളിലായിരിക്കും ഇങ്ങനെയുള്ള റൺവേകൾ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ്. അവിടെ കൂടുതൽ ശ്രദ്ധയോടുകൂടി വിമാനം ലാൻഡ് ചെയ്യിക്കുക എന്നുള്ളതാണ് പൈലറ്റുകളെ സംബന്ധിച്ച് വളരെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മേഖലയിൽ, ബാരാമതിയിൽ അടക്കമുള്ള മേഖലകളിൽ കനത്ത മൂടൽമഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ കാഴ്ചക്കുറവ് സ്വാഭാവികമായും ഉണ്ടായേക്കാമെന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നുണ്ട്. ഈ സമയത്ത്, അതായത് ആദ്യം ലാൻഡ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തുന്നു. അപ്പോൾ അത് പരാജയപ്പെട്ടതിനെ തുടർന്ന് വിമാനം വീണ്ടും പറന്നുയരുകയും ഏകദേശം രണ്ടാമത്തെ ലാൻഡിങ്ങിനുള്ള ശ്രമം നടത്തുമ്പോൾ 100 മീറ്റർ ഉയരത്തിൽ വെച്ച് നിയന്ത്രണം നഷ്ടപ്പെടുകയും ആ സമയത്ത് പൈലറ്റ് ഇത്തരത്തിൽ ഈ എയർപോർട്ട് കൺട്രോൾ യൂണിറ്റുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചില സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് പൈലറ്റ് അറിയിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ചില വിവരങ്ങൾ കൂടിയുണ്ട്. അത് ഈ SIT പൂർണ്ണമായും ഈ അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. അതിന് നിയന്ത്രണം അടക്കം ഏർപ്പെടുത്തുകയും അതായത് പൂർണ്ണമായും കൈവശപ്പെടുത്തുകയും അക്കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. ഏതായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. രാവിലെയാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ. ഈ
NCPയുടെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ, നിരവധി തവണ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള, മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ തന്നെ ഒരു അധികായനെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ജനനേതാവ്, ബരാമതിയുടെ ദാത, കഴിഞ്ഞ ദിവസം രാവിലെ ആണ് അദ്ദേഹത്തിന്റെ ഈ ഒരു അപ്രതീക്ഷിത വിയോഗമുണ്ടാകുന്നത്. അതിൽ വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു വിയോഗ വാർത്ത തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.